ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. +1 ഫിസിക്സ് എല്ലാ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളും ഏറ്റവും മിനിമം സമയം കൊണ്ട് തീർക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. കൃത്യം 1 മണിക്കൂർ പഠിച്ച് മുഴുവൻ ഫോക്കസ് ഏരിയയും കവർ ചെയ്ത് A+ഉം ഫുൾ മാർക്കും വാങ്ങിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. നേരെ തുടങ്ങാം അല്ലേ? ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി പ്രതീക്ഷിച്ചാൽ എന്തെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മുടെ മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തേലെ ഫോക്കസ് ഏരിയയിൽ ഡയമെൻഷൻസ് മാത്രമേ ഉള്ളൂ. ഡയമെൻഷൻസിൽ 2 തരം ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ്, അതിൻ്റെ ബോബിൻ്റെ മാസ്, അതിൻ്റെ ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു. ദെൻ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ടൈം പീരീഡ്? ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഡയമെൻഷൻസ് ഓഫ് ടൈം ഈസ് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് മാസ് റൈസ് ടു എക്സ്, ഇനി ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് റൈസ് ടു വൈ ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ജി റൈസ് ടു സെഡ് എന്ന് എഴുതണം. എന്നിട്ടോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി സേ മാസിൻ്റെ ഡയമെൻഷൻ എഴുതുക. മാസിൻ്റെ ഡയമെൻഷൻ വെച്ചാൽ m റൈസ് ടു 1, l റൈസ് ടു 0, t റൈസ് ടു 0, ദ ഹോൾ റൈസ് ടു എക്സ്. ലെങ്തിൻ്റേതാണെങ്കിൽ m റൈസ് ടു 0, l റൈസ് ടു 1, t റൈസ് ടു 0, ദി ഹോൾ റൈസ് ടു y. ഏതിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആണെങ്കിൽ m റൈസ് ടു 0, l റൈസ് ടു 1, t റൈസ് ടു -2. ഇനിയോ, ഇനി എല്ലാത്തിൻ്റെയും ഇത് ഓൾ റൈസ് ടു സെഡ്. ഇനി എല്ലാത്തിലുള്ള ഓരോ ടേംസ് കളക്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് m റൈസ് ടു എക്സ്, വേറെ എവിടെ m ഇല്ല. l റൈസ് ടു 0 ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ y ഉണ്ട്, പ്ലസ് ഇവിടെ സെഡും ഉണ്ട്. സോ y പ്ലസ് സെഡ്. ആൻഡ് t റൈസ് ടു t, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ -2y, 2z ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരിക. ഇനി ടൈം പീരീഡിൻ്റെ നമുക്കറിയാം m റൈസ് ടു 0, l റൈസ് ടു 0, t റൈസ് ടു 1 ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എമ്മിൻ്റെ പവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഈ ഫോർമുലയിൽ m ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ടൈം പീരീഡിന് മാസുമായി ബന്ധമില്ല എന്ന് ഡയമെൻഷൻസ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടം വരെ ചെയ്താൽ മതി. ഇനിയോ y പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ എല്ലിൻ്റേതാണ് എടുത്തത്, അപ്പോൾ 0 ആണ്. ഇനി -2z ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഉടനെ നമുക്ക് z ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ഇവിടെ y ഈസ് ഈക്വൽ ടു -z എന്ന് നമുക്ക് എഴുതാം. സോ ഇറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്ക് ഫോർമുല എഴുതാൻ പറ്റും. ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു, ഈ y എന്ന് പറയുന്നത് y ആണ് 2 കിട്ടി, അപ്പോൾ l റൈസ് ടു 1/2 ആൻഡ് g റൈസ് ടു -1/2. സോ മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് l ഡിവൈഡഡ് ബൈ g. അങ്ങനെ ഫോർമുല നമുക്ക് കിട്ടി. ഇനി ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2π ഉണ്ട്, അത് നമ്മൾ എഴുതണമെന്നില്ല, ഇത്ര എഴുതിയാൽ മതി. നമുക്ക് ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഇത്ര എത്താൻ പറ്റുള്ളൂ. ഇത് ഡയമെൻഷനിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ഫോർമുലയാണ്. ഇതൊരു പ്രോബ്ലം പോലെയാണ്. വേറെയും പ്രോബ്ലങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഇത് തന്നെ ചോദിക്കണമെന്നില്ല. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെയോ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയറോ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ ചെയ്യാനുണ്ട്, അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. അതെല്ലാം നമ്മൾ നമ്മളുടെ മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ മെറ്റീരിയൽ നോക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് ഡയമെൻഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഒരു ഫോർമുല തന്നിട്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം ഇങ്ങനെ. അപ്പോൾ u² ഈസ് ഈക്വൽ ടു v² പ്ലസ് 2as, ഇത് ശരിയാണോ എന്ന് നിങ്ങളോട് ചോദിക്കാം. ഡയമെൻഷനലി ശരിയാണെന്നാണ് ചോദിക്കുന്നത്. ഫോർമുല ഒറ്റ നോട്ടത്തിൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡയമെൻഷനലി ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ ഇത് ചെയ്യുന്നത്? നമ്മൾ u² ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നു. u² ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ഡയമെൻഷൻ, അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് l t റൈസ് ടു -1 ഹോൾ സ്ക്വയർ. എന്ന് വെച്ചാൽ ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് m റൈസ് ടു 0, അത് ഞാൻ വെറുതെ എഴുതുന്നതേ ഉള്ളൂ, l റൈസ് ടു 2, t റൈസ് ടു -2. ഇതാണ് u² ഡയമെൻഷൻ. അത് തന്നെയായിരിക്കും v² ഡയമെൻഷൻ, കാരണം അതും ഒരു വെലോസിറ്റി ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 2as ഡയമെൻഷനാണ് നമുക്ക് വേണ്ടത്. 2as ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് as ഈസ് ഈക്വൽ ടു
ഡയമെൻഷൻസ് ഓഫ് എ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എസ് എന്നാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷനാണ്. ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എന്താ? എം റൈസ് ടു 0 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 എന്നാണ്. ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്നാണ് വരേണ്ടത്. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് എം റൈസ് ടു 0 എൽ റൈസ് ടു 1 ടി റൈസ് ടു 0. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഇറ്റ് ഈസ് എം റൈസ് ടു 0 എൽ സ്ക്വയർ എൽ റൈസ് ടു 2 ആൻഡ് ടി റൈസ് ടു -2. ഇത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. മീൻസ് dimensionally this formula is correct, but this formula is not correct actually, that we know. പക്ഷേ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ ഫോർമുല അപ്പം ഡയമെൻഷനലി കറക്റ്റാണെന്ന് എഴുതാം. ഇനി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. നമ്മൾ മോഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന മോഷൻ 2 തരത്തിലാണ് ഉള്ളത്. മോഷൻ യൂണിഫോം മോഷൻ, അതായത് വെലോസിറ്റി കോൺസ്റ്റൻറ്റ് മോഷൻ, വി കോൺസ്റ്റൻറ്റ് മോഷൻ. ഇനി രണ്ടാമത്തേത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, അത് ആക്സിലറേഷൻ കോൺസ്റ്റൻറ്റ് മോഷൻ. ഈ കൃത്യമായിട്ട് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി യൂണിഫോം മോഷന് ഒരു ഇക്വേഷനേ ഉള്ളൂ, അത് എസ് ഈസ് ഈക്വൽ ടു യു ടി അല്ല എസ് ഈസ് ഈക്വൽ ടു വി ടി എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാനായിട്ട് കഴിയും. ആ 3 ഇക്വേഷനെ ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ ഡിറൈവ് ചെയ്യാണ്. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്നറിയോ? ആക്സലറേഷൻ്റെ ഡെഫിനിഷനിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. ആക്സലറേഷൻ്റെ ഡെഫിനിഷൻ എന്താ? വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു എ എന്നാണ്. അപ്പോൾ വി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ അടുത്തതിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന കാര്യം. അത് സിമ്പിളാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ഈ രീതിയിലുള്ളൊരു ഇക്വേഷൻ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. നോക്കുക, ഇവിടെ നമുക്ക് വി എസ് ഈസ് ഈക്വൽ ടു യു ടി എന്ന് എഴുതുന്നത് പോലെ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ആവറേജ് ഇൻറ്റു ടൈം എന്നാണ് നമ്മൾ എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ആവറേജ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി എന്നാണ്. ഇനി നമ്മളവിടെ വി കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. യു പ്ലസ് വിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ യു പ്ലസ് എ ടി എന്നാണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി എന്നാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഇവിടെ വീണ്ടും നമ്മൾ എഴുതുന്നു ഇതേ ഇക്വേഷൻ തന്നെ, വി ആവറേജ് ഇൻറ്റു ടി. അവിടെ വി ആവറേജിനെ നമ്മൾ വീണ്ടും യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ടൈമിനെയാണ്. ടൈമിന് ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി മൈനസ് യു ബൈ എ എന്ന് വരും. സോ ഇറ്റ് ഈസ് വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെങ്ങനെയാണ് കിട്ടുക? ഇത് വി മൈനസ് യു എന്നാണ്. വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു എന്നാണ്. അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നും കിട്ടും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ കാണാതെ ഓർത്തിരുന്നിട്ട് കൃത്യമായിട്ട് അത് എഴുതണം. ഈ ഫൈനൽ ഇക്വേഷൻ കാണാതെ ഓർത്തിരുന്നാൽ എന്താ മെച്ചെന്ന് വെച്ചാൽ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് ഇക്വേഷൻ തെറ്റിപ്പോവില്ല. ഇനി ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഗ്രാഫിക്കൽ രീതിയിൽ തെളിയിക്കാനും ചിലപ്പോൾ പറയും. അപ്പോൾ ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഇറ്റ്സ് ഹാസ് എസ് ഇനീഷ്യൽ വെലോസിറ്റി യു ആൻഡ് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി ഈസ് വി എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ടി വരെയുള്ള ഒരു ഗ്രാഫാണ് നിങ്ങൾ വരയ്ക്കുന്നത് എങ്കിൽ ഇവിടെ മുതൽ ആണ് വെലോസിറ്റി ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് ഇതായിരിക്കും, ഗ്രാഫ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു ഗ്രാഫായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മളോട് ഡിസ്പ്ലേസ്മെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ പടം വരച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു റൈറ്റ് ഈസ് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതുക. എന്നിട്ട് ഈ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്.
സോ ഇറ്റ് ഈസ് യു ഇൻറ്റു ടി. ഈ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ബേസ് എന്ന് പറയുന്നത് ടി ആണ്. ഇത് വി മൈനസ് യു ആണ്. വി മൈനസ് യു ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് യു മൈനസ് വി മൈനസ് യു എന്ന് പറയുന്നത് നമുക്കറിയാം വി മൈനസ് യു എ ടി ആണ്. അപ്പോൾ ഇൻറ്റു ഇതെന്ന് പറയുന്നത് എ ടി സ്ക്വയർ ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവിടെ എഴുതുക, താഴെ ഇതും എഴുതുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായി. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാം? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഷുവറാണ് അത്. നമുക്ക് ഒരെണ്ണം പഠിക്കാം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. തന്നെ യു ഓൾസോ സ്റ്റഡി ദാറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ ടൈം ടി ഇൻ സെക്കൻഡ്സ്, വെലോസിറ്റി വി ഇൻ മീറ്റർ പെർ സെക്കൻഡ്, 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 40, 50. ദിസ് ഈസ് ഫോർ 60 സെക്കൻഡ്സ്. ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ അങ്ങോട്ട് -20, -40. ഓക്കെ, പിന്നെ നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ആൻഡ് ഇങ്ങനെയാണ്. ദെൻ സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. അപ്പോൾ ഇതിന് പല കാര്യങ്ങൾ ചോദിക്കാം. ഇത്തരം ഒരു ഗ്രാഫ് തന്നിട്ട് പല കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം നമ്മൾ ഏറ്റവും സാധ്യതയുള്ള കാര്യം ചെയ്യുന്നു, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ഫണ്ടമെൻ്റൽ ഐഡിയ ഈസ് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. So we find the displacement till 20 seconds. So it is half bh, half into base into height is 40. So this is 400 meters. Okay. ഇനി ഇത് 20 to 40 ആണെങ്കിൽ ഇറ്റ് ഈസ് 20, 40 minus 20, 20. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇൻറ്റു ദിസ് ഹൈറ്റ് ഈസ് 40. So it is 800 meters. Okay, don't confuse. And this is again half bh. So it is half into 40 to 50 ആണ്. So it is base is 10 into this is 40. So it is 400. This is 200. Okay, it's very simple. And this is again half bh. It is half into base is 10 into this is 40. So it is again -200 in terms of displacement. അപ്പോൾ distance traveled ആണെങ്കിൽ distance is equal to 400 plus 800 plus this 200 plus distance you take only the positive value. So it is 200. So the total is 1600 meters. എന്തോ ഒരു വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അപ്പോൾ 1600 മീറ്ററാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ യു റിപ്പീറ്റ് ദ സെയിം തിങ്. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് പോസിറ്റീവ് വാല്യൂ യു വിൽ ഗെറ്റ് ദ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഇത്രയും മാത്രമേ കൂട്ടുണ്ടാവുള്ളൂ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഓക്കെ, ഇതേ കാര്യം തന്നെ നിങ്ങളിവിടെ എഴുതുക. പക്ഷേ ഇവിടെ മൈനസ് ആണ് വരിക. സോ ഇറ്റ് ഈസ് 1200 മീറ്റേഴ്സ്. ഓക്കെ, ഇത് 60 സെക്കൻഡിലെ കാര്യമാണ്. നിങ്ങളോട് ആവറേജ് സ്പീഡ് ചോദിച്ചാൽ ദിസ് ഡിവൈഡഡ് ബൈ 60 വിൽ ഗിവ് യു ദ ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ദിസ് ഡിവൈഡഡ് ബൈ 60 വിൽ ഗിവ് യു ദ ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു വണ്ടിയുടെ ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വണ്ടി നേരെ 1600 മീറ്റർ മുന്നോട്ട് പോയിട്ട് ഒരു 200 മീറ്റർ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 1200 മീറ്റർ അകലെയായിരിക്കും വണ്ടി ഉണ്ടാവുക. അതാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മളോട് ഇതിനകത്ത് നിന്ന് വേറെയും ചോദ്യങ്ങൾ ചോദിക്കാം. ഉദാഹരണത്തിന് വാട്ട് ഈസ് ദി ആക്സലറേഷൻ ഇൻ ദ ഫസ്റ്റ് 20 സെക്കൻഡ്സ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം
acceleration A is equal to slope of the velocity time graph gives the acceleration, means you have to find the tan theta of that particular angle. So it is tan theta is equal to the opposite side 40 divided by the adjacent side 20, that is 2 meter per second square. And here this acceleration A is equal to 0 because it has no slope or the velocity is constant. Okay, and here acceleration A is equal to, you have to find the slope of this angle. ഈ ആംഗിളിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈസ് 40 divided by the adjacent side is 10, and you have to add a minus sign also there. So it is minus 4 meter per second square. And here also you go for the same calculation, you will get it as acceleration is equal to minus 4 meter per second square. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്സലറേഷനും വെലോസിറ്റിയും പോസിറ്റീവാണ്. ഇവിടെ ആക്സലറേഷൻ 0 ആണ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഈ 10 സെക്കൻഡിൽ വെലോസിറ്റി പോസിറ്റീവാണ്, ആക്സലറേഷൻ നെഗറ്റീവാണ്. അപ്പോൾ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 10 സെക്കൻഡിൽ വെലോസിറ്റി നെഗറ്റീവാണ്, ആക്സലറേഷൻ നെഗറ്റീവാണ്. അപ്പോൾ സ്പീഡ് പുറകോട്ട് ഇങ്ങേ സൈഡിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഇതേ ടൈമിലേക്കുള്ള ആക്സലറേഷൻ ടൈം ഗ്രാഫ് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും വരയ്ക്കുക? 10, 20, 30, 40, 50, 60. ഇങ്ങോട്ട് 2, 4. ഇങ്ങോട്ടും ആക്സലറേഷനാണ്, ഇത് ടൈമും. ആക്സലറേഷൻ ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതേപോലെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് 20 സെക്കൻഡ്സ് വരെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് 40 സെക്കൻഡ് വരെ 0 ആണ്. അത് കഴിഞ്ഞിട്ട് -4 ആണ്. അപ്പോൾ ഇവിടുന്ന് വരിക, ഇവിടുന്ന് ഇങ്ങനെ. സോ ദിസ് ഈസ് ദി ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി, വേണമെങ്കിൽ വീണ്ടും കണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇനി മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം വെക്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യം. ഈ ചോദ്യം ഉറപ്പ്, 101% ഉറപ്പാണ്. ഒരു വെക്റ്റർ എ എന്ന വെക്റ്റർ ഈ ഡയറക്ഷനിൽ, അതിൻ്റെ കൂടെ യു ആർ ആഡിങ് അനദർ വെക്റ്റർ ബി which is at an angle theta. So you will get it as, see I am drawing that, A here, B here at an angle theta, and this is the resultant R which is at an angle phi from this vector A. Now you have to make it into a right angled triangle. Then this side will be B sin theta, the opposite side will be B sin theta, and this side, this much will be B cos theta, so that this whole side will be A plus B cos theta. Now we are using the Pythagoras theorem. R square is equal to this side, that is A plus B cos theta the whole square plus the square of that side, that is B sin theta the whole square. This is equal to, I am expanding, it is A square plus the square of this is B square cos square theta, plus here also you have B square sin square theta. So that is B square, because sin square theta plus cos square theta is 1, plus the last term of this is 2AB cos theta. So this is R square. So R is equal to root of this. Okay, ഇത്ര എഴുതിയാൽ മതി. കൃത്യമായിട്ട് എഴുതണം, വിട്ടുപോകരുത്. ഇത് magnitude of the resultant. ഇനി this resultant is at an angle phi such a way that tan phi is equal to the opposite side, that is B sin theta divided by A plus B cos theta. ഇത്ര എഴുതിയാൽ മതി.
5 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എഴുതുക, ഫുൾ സ്കോർ ഉറപ്പാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി ആ ചാപ്റ്റർ ഉള്ളത് പ്രൊജക്ടൈൽ മോഷനാണ്. പ്രൊജക്ടൈൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്ടൈലിൻ്റെ പടം വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ പോകുന്നു. ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി u. അതിന് ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റ്, ഇഫ് ദിസ് ഈസ് തീറ്റ, ദ കമ്പോണൻറ്റ് വിൽ ബി u cos തീറ്റ. ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റ് വിൽ ബി u sin തീറ്റ. അങ്ങനെ എഴുതുക. ആൻഡ് ദിസ് ഹൈറ്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ദ റേഞ്ച്, ദ ഹൊറിസോണ്ടൽ റേഞ്ച് r. ഈ u cos തീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി 3 കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെടുക. ഒന്ന് ടൈം പീരീഡാണ്. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ആർ കൺസിഡറിങ് ദ വെർട്ടിക്കൽ മോഷൻ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കൺസിഡറിങ് ദ വെർട്ടിക്കൽ മോഷൻ. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതണം കേട്ടോ. u, the initial velocity will be u sin theta. The final velocity v will be, ഇത് നന്നായി ശ്രദ്ധിക്കുക. ഈ സ്റ്റോണ് സപ്പോസ് ഇറ്റ് റീച്ചസ് ഹിയർ. അപ്പോൾ ഈ ചിത്രം അതേപോലെ ഇങ്ങോട്ട് വരയ്ക്കണം. ഇതിനൊരു മിറർ ഇമേജ് ഇവിടെ വരയ്ക്കണം. അപ്പോൾ ഇറ്റ് വിൽ ബി മൈനസ് യു സൈൻ തീറ്റ, മൈനസ് യു സൈൻ തീറ്റ. ആക്സിലറേഷൻ ഈസ് മൈനസ് ജി. ഇതിനെ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് ടി എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സോ v വിൽ ബി മൈനസ് യു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ മൈനസ് ജി ടി, ദിസ് ജി ടി എന്നെഴുതുന്നു. ഇനി റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. സോ ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എച്ച് കണ്ടുപിടിക്കാനാണ്. എച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ വെർട്ടിക്കൽ മോഷൻ തന്നെ കൺസിഡർ ചെയ്യുന്നു. സോ കൺസിഡറിങ് ദ വെർട്ടിക്കൽ മോഷൻ, u ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ, v ഈസ് ഈക്വൽ ടു 0. ഇവിടം വരെയുള്ള മോഷനാണ് നമ്മൾ എടുക്കുന്നത്. a ഈസ് ഈക്വൽ ടു മൈനസ് ജി ആൻഡ് s ഈസ് ഈക്വൽ ടു h. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇക്വേഷൻ v സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് as 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് 2g ഇൻറ്റു h. And that h you can immediately rewrite as h is equal to u square sin square theta divided by 2g എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാം. ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് റേഞ്ചാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് r ആണ്. അത് ഇങ്ങോട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതാ എടുക്കുക? വി ആർ കൺസിഡറിങ് ദ ഹൊറിസോണ്ടൽ മോഷൻ. u is equal to u cos തീറ്റ ആൻഡ് ടി എന്ന് പറയുന്നത് അത് ഇവിടുന്ന് ഇവിടം വരെ വരുന്ന സമയമാണ്. അതായത് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന സമയമാണ്. ഇറ്റ് ഈസ് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എസ് ഈസ് ഈക്വൽ ടു യു ടി ഈസ് ഈക്വൽ ടു ദ ഹൊറിസോണ്ടൽ റേഞ്ച്. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ആർ ഈസ് ഈക്വൽ ടു യു ടി. ഈ യുവും ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതിൻ്റെ ഡെറിവേഷൻ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഒരുപക്ഷെ ഇത് ചോദിക്കുമ്പോൾ ഈ ടൈം പീരീഡും കൂടെ ഡിറൈവ് ചെയ്യാൻ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. ഇനി ഈ r എപ്പോഴാണ് മാക്സിമം ആകുന്നത് എന്നുള്ളത് സ്ഥിരമായൊരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, r മാക്സിമം ആണെങ്കിൽ സൈൻ 2 തീറ്റ 1 ആവണം. സൈൻ 2 തീറ്റ 1 ആവണമെങ്കിൽ 2 തീറ്റ 90 ഡിഗ്രി ആവണം, വേണമെങ്കിൽ തീറ്റ 45 ഡിഗ്രി ആവണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ 3 കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണമെങ്കിലും പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിക്കും. അപ്പോൾ ഈ പടം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഷേപ്പിൻ്റെ പേരെന്താണ്?
പരാബോളിക് ഷേപ്പാണെന്ന് ഓർത്തിരിക്കും. ഇനി അടുത്ത അഞ്ചാമത്തെ ചാപ്റ്ററിൽ 3 കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം. ഒന്ന് ന്യൂട്ടൺസ് ലോസ്, ഒന്നാമത്തെ 3 ലോയും പഠിക്കണം. രണ്ടാമത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. മൂന്നാമത്തേത് ലോസ് ഓഫ് ഫ്രിക്ഷൻ. നമ്മളെ മെറ്റീരിയൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് F=ma എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ന്യൂട്ടൻ്റെ ലോ എവിടെ സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എഴുതേണ്ടത് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താ, v മൈനസ് u ബൈ ടി ആണ്. സോ ദിസ് ഈസ് m ഇൻറ്റു എ. അപ്പോൾ ആ ലോയ് കാണാതെ പഠിച്ച് ഈ ഇക്വേഷൻ കൂടെ എഴുതി ചേർത്താൽ മാർക്ക് ഉറപ്പ്. ഇനി ഈ ടോപ്പിക്കിലുള്ളത് വെഹിക്കിൾസ് ഓൺ റോഡ്സ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാഹനങ്ങൾ വളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എല്ലാ ഇക്വേഷൻസും നിങ്ങൾ കാണാതെ പഠിക്കണം. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട മെറ്റീരിയലിൻ്റെ ഒരു മെറ്റീരിയൽ ഒരു PDF ആയിട്ട് നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതിൻ്റെ കൂടെ 3 കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുക പരീക്ഷയ്ക്ക്. ഏതാണെന്നറിയോ? ഒന്ന് ലെവൽ റോഡ്, അതായത് ഇങ്ങനെ ഒരു റോഡ്. ഈ റോഡിലൂടെ ഇവിടെ എത്തുമ്പോഴത്തേക്കും റോഡ് വളവാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വളവിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ സർക്കുലർ മോഷൻ്റെ ഭാഗമായിട്ടാണ് വാഹനങ്ങൾ പോവുക. അപ്പോൾ റേഡിയസ് 6. അപ്പോൾ ഇവിടെ ഒരു വാഹനമുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന വണ്ടിയാണെന്നിരിക്കട്ടെ, ഇങ്ങനെ പോകുന്ന വണ്ടിയാണ്, ഇവിടെ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും, ആ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് അതിനാവശ്യമാണ്. അപ്പോൾ ഞാൻ ഇനി എഴുതുന്നത് നോക്കുക നന്നായിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതേണ്ടത് എന്താണെന്നറിയോ? ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ ദ വെഹിക്കിൾ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫ്രിക്ഷൻ എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതേണ്ടത്. എന്നിട്ട് നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈസ് ഈക്വൽ ടു μs ഇൻറ്റു mg എന്നെഴുതുന്നു. അപ്പോൾ m ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന v ഇവിടെ നിന്ന് നേരെ നിങ്ങൾക്ക് എഴുതാം. v ഈസ് ഈക്വൽ ടു √μs ഇൻറ്റു rg എന്ന് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് എടുക്കാവുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടീഷൻ എഴുതേണ്ടത്. വെലോസിറ്റി എപ്പോഴും കുറവാണെന്നാണ്. ഉദാഹരണത്തിന് 300 മീറ്റർ ആയ μs ഒരു 0.2 ഉള്ള സ്ഥലത്താണ് നിങ്ങൾ ഈ കാൽക്കുലേഷൻ നടത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെലോസിറ്റി മാക്സിമം എന്ന് പറയുന്നത് 24 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ് ആ വ്യത്യാസം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എല്ലായ്പ്പോഴും ഇങ്ങനെയല്ല, ഈ ഫോർമുല ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ലെവൽ റോഡാണ്. ഇനി 2 തരത്തിലുള്ള റോഡുകൾ കൂടെ ആവാം. ബാങ്ക്ഡ് റോഡാവാം ഒന്ന്. അപ്പോൾ ആ റോഡാണ് നമ്മൾ ഇങ്ങനെ വരച്ച് കാണിക്കും. ഇങ്ങനെ റോഡ് വരയ്ക്കുന്നു. ആ ബാങ്കിങ് ആണ് നമ്മളവിടെ കാണിക്കുക. അപ്പോൾ ദിസ് ഈസ് ദ ബാങ്കിങ് ആംഗിൾ തീറ്റ. അപ്പം ഇവിടെ ഇങ്ങനെ ആ വാഹനമുള്ളതുപോലെ നിങ്ങൾ കരുതുക. അങ്ങോട്ട് പോകുന്ന വാഹനമാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. ഇങ്ങനെ കാണുന്നതാണ്, പുറകിൽ നിന്ന് കാണുന്നതായിട്ടാണ് ചിത്രമുള്ളത്. അപ്പം അതിൻ്റെ വെയ്റ്റ് mg ഇങ്ങനെ ഇങ്ങോട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ചിത്രം നന്നായിട്ട് വരച്ച് പഠിക്കണേ. ദിസ് ഈസ് mg കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ടാവും, അത് mg സൈൻ തീറ്റ ആയിരിക്കും. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ ഉണ്ടാക്കുക, അത് n ആയിരിക്കും. ആ നോർമൽ റിയാക്ഷന് ഇങ്ങോട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ടാകും, അത് n കോസ് തീറ്റ ആയിരിക്കും. കാരണം ഈ ആംഗിളും തീറ്റയാണല്ലോ. അതിന് ഇങ്ങോട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ടാകും, അത് n സൈൻ തീറ്റ ആയിരിക്കും. ആ n സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ അല്ലേ, ബാങ്ക്ഡ് റോഡിൻ്റെ കേസിൽ നിങ്ങൾ ചിത്രം വരയ്ക്കുക. ചിത്രം വരച്ചിട്ട് താഴെ എഴുതേണ്ട സെൻറ്റൻസ് പ്രധാനപ്പെട്ടതാണ്. എന്താണ്? എ കമ്പോണൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ പ്രൊവൈഡ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കേ.
വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ എന്നെഴുതാം. ഇനിയോ ഈ വെയ്റ്റ് എം ജി ഈസ് ബാലൻസ്ഡ് ബൈ എൻ കോസ് തീറ്റ, എൻ കോസ് തീറ്റ എന്നാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളത് അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ എഴുതിയതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ നേരെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും. ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ച് എഴുതണം. ഇനി ഫ്രിക്ഷനും കൂടെ ഉണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഉള്ളപ്പോൾ വാഹനം അങ്ങോട്ട് സ്പീഡ് കൂടി വാഹനം അങ്ങോട്ട് സ്ലിപ്പ് ആവാൻ ശ്രമിക്കുമ്പം ഫ്രിക്ഷൻ ഇങ്ങോട്ട് വന്ന് തടസ്സപ്പെടുത്തും. സോ ഇറ്റ് ഈസ് എഫ് എം എസ്. ആ ഫ്രിക്ഷൻ്റെ കമ്പോണൻസ് ഉണ്ടാവും. ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടും ഉണ്ടാവും, ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടും ഉണ്ടാവും. ഈ എഫ് എം എസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? മ്യൂ എസ് ഇൻറ്റു എൻ, ഈ നോർമൽ റിയാക്ഷൻ ആയിരിക്കും. ഇനി അതിൻ്റെ ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റോ, ഇത് തീറ്റയാണ്, ഇത് തീറ്റയാണെങ്കിൽ ഇതായിരിക്കും ഇവിടുത്തെ തീറ്റ. അപ്പോൾ ഈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മ്യൂ എസ് ഇൻറ്റു എന്നിൻ്റെ കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ കമ്പോണൻറ്റോ മ്യൂ എസ് ഇൻറ്റു എന്നിൻ്റെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ചിത്രം നന്നായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി നിങ്ങൾ ആ കമ്പോണൻ്റ് എങ്ങനെയാണ് ഇവിടെ ചേർക്കേണ്ടതെന്ന് നോക്കുക അടുത്ത ഡെറിവേഷനിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ആ വെലോസിറ്റീൻ്റെ ഇത് മാച്ച് കളയാണ്. പുതിയ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്, ഫ്രിക്ഷൻ ഉള്ള സമയത്തുള്ള വെലോസിറ്റി. അപ്പോൾ നോക്കിക്കേ, ഈ കമ്പോണൻ്റ് ഈ എം വി സ്ക്വയർ ബൈ ആർ എന്ന കാര്യം നേരത്തെ നൽകിയിരുന്നത് എൻ സൈൻ തീറ്റ ആയിരുന്നു. ഇപ്പം നൽകുന്നത് ഫ്രിക്ഷൻ്റെ ഒരു കമ്പോണൻറ്റും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് വരും. അപ്പോൾ കൂടുതൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടും. അപ്പോൾ എന്താ എഴുതേണ്ടത്? എ കമ്പോണൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് എ കമ്പോണൻ്റ് ഓഫ് ഫ്രിക്ഷൻ പ്രൊവൈഡ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഇൻറ്റു എൻ കോസ് തീറ്റ എന്നെഴുതി. ഇനി വെയിറ്റ് നോക്കുക. വെയിറ്റിൽ ഇവിടെ എം ജി ഉണ്ട്. ആ എം ജിയുടെ കൂടെ തന്നെയാണ് ഈ കമ്പോണൻ്റ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഈ എം ജി പ്ലസ് ഈ കമ്പോണൻ്റാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ മൈനസ് ആ കമ്പോണൻ്റ് എഴുതിയാൽ മതി. സോ ഇറ്റ് ഈസ് മൈനസ് മ്യൂ എസ് ഇൻറ്റു എൻ സൈൻ തീറ്റ. അപ്പോൾ പടം മനോഹരമായിട്ട് വരയ്ക്കുക. പടം നന്നായിട്ട് വരച്ച് പഠിക്കണം. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഡിവൈഡിങ് ദീസ് 2 ഇക്വേഷൻസ് ആൻഡ് റീഅറേഞ്ചിങ് വി ഗെറ്റ് ഫൈനൽ ഇക്വേഷൻ. നിങ്ങൾ കാണാതെ പഠിച്ചത് എഴുതുക. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇത് കൃത്യമായിട്ട് എഴുതുക. ഇനി അടുത്തത് വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ വർക്കിനെ കുറിച്ച് ഒരു ചെറിയ മാർക്കിൻ്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ ചോദിക്കാൻ സാധ്യതയുള്ളത്. വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുല വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ എന്നാണ്. നിങ്ങൾ വർക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരു സ്കൂൾ ബാഗ് നിങ്ങൾ എടുത്ത് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ഫോഴ്സ് മുകളിലോട്ടാണ് കൊടുക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ടാണ്. അപ്പോൾ ആംഗിൾ തീറ്റ 0 ആണ്. വർക്ക് പോസിറ്റീവാണ്, വർക്ക് പോസിറ്റീവായിരിക്കും. എന്നാൽ നിങ്ങൾ മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് ഗ്രാവിറ്റി താഴേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് തീറ്റ 180 ഡിഗ്രിയാണ്. അപ്പോൾ വർക്ക് നെഗറ്റീവായിരിക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഫോഴ്സ് മേലോട്ടായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും, വർക്ക് 0 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക്, ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി വർക്ക് കാൽക്കുലേഷൻ, റിയലായിട്ട് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതും പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ അത് ചെയ്യണം നമ്മൾ. പിന്നെ വർക്കിൻ്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൽ നിന്ന് വർക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്രാഫിലുള്ള ഐഡിയാസ് വെച്ച് നിങ്ങളിപ്പോൾ ചെയ്യണം അത് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് മസ്റ്റായിട്ടും ചോദിക്കുന്ന ചോദ്യം ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മളിത് പ്രതീക്ഷിക്കുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അതെന്താണ്?
നിങ്ങളൊരു കല്ലിനെ ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇടുക. അപ്പോൾ ഇത് ഇവിടെ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിനിവിടെ എനർജി ഉണ്ടല്ലോ. ആ ഹൈറ്റ് ജസ്റ്റ് ഇമാജിൻ ദിസ് ടോട്ടൽ ഹൈറ്റ് ഈസ് ക്യാപിറ്റൽ H ആണെന്ന് കരുതുക. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് വീഴുന്ന ആ കല്ലിൻ്റെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ കല്ലിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് m×g×EH ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും എനർജി ഉണ്ട് അതിന്. അത് താഴേക്ക് വരുന്ന സമയത്ത് ആ ടോട്ടൽ എനർജി അതിന് എപ്പോഴും ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഒരു സ്ഥലമെടുത്തു, ഇവിടെ ഒരു സ്ഥലമെടുത്തു. ഉദാഹരണത്തിന് അത് H ഹൈറ്റ് താഴേക്ക് എത്തുന്ന സ്ഥലമാണെന്ന് കരുതുക നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെലോസിറ്റി സ്ക്വയറാണ് നേരിട്ട് കണ്ടുപിടിക്കുന്നത്. കാരണം കൈനറ്റിക് എനർജിക്ക് നമുക്ക് സ്ക്വയറാണ് വേണ്ടത്. സോ v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2ah എന്നെഴുതി. ആ 2as എന്നുള്ളതിൽ എസ് ആണ് ഇവിടെ H ആയിട്ട് വന്നേക്കണത്. കാരണം സഞ്ചരിച്ച ദൂരം അതാണ്. ഈ a എന്ന് പറയുന്നത് g ആണല്ലോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. സോ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഫോർമുല രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല. ½ m×v² എന്ന് പറയുന്നത് 2gh ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി mgh എന്ന് കിട്ടി. ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കത് അവിടെ ആവശ്യമാണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് h-h ആയിരിക്കും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഞാൻ കണ്ടുപിടിക്കുന്നു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mg×h-h എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്തുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. ഇവിടെ കുറച്ച് കളഞ്ഞത് mg/h ആണ്. അത് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് mg×H. അത്ര എഴുതിയാൽ മതി. നമുക്ക് സിമ്പിളായ കാര്യങ്ങളല്ലേ അത്. ഇനി ഇവിടെ എത്തുന്ന സമയത്ത്, അതായത് താഴെ എത്തുന്ന സമയത്തുള്ള വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2g ഇപ്പോൾ മൊത്തം ദൂരം സഞ്ചരിച്ചു. സോ ഇറ്റ് ഈസ് 2gh ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇതേ കാൽക്കുലേഷനാണ് ഇവിടെ വരേണ്ടത്. സോ ഇറ്റ് ഈസ് mg×H ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും, കാരണം താഴെ എത്തിയില്ലേ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതേപോലെ കൂട്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് mg×H ആയിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ എനർജി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ അപ്പോൾ താഴെ എഴുതുക, ദിസ് പ്രൂവ്സ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി മീൻസ് ദ സെയിം എനർജി ഈസ് ദർ വിത്ത് ദ സ്റ്റോൺ അറ്റ് ഓൾ ദ പോയിൻറ്റ്സ്. അപ്പോൾ അത്ര എഴുതിയാൽ മതി. എത്ര മാർക്കിൻ്റെ ചോദ്യമാണെങ്കിലും ഇതൊരു ലോങ് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. 4 അല്ല 5 മാർക്കിൻ്റെ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. ഇനി റൊട്ടേഷൻ എന്നുള്ള ചാപ്റ്ററാണ്. റൊട്ടേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം, ഒരു വസ്തു ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു സർക്കുലർ മോഷൻ്റെ ഭാഗമായിട്ട് ഇത്രയും ദൂരം പോവുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇത് അതിൻ്റെ റേഡിയസ് ആണ്. ഈ ആംഗിൾ തീറ്റ അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നാണ്. മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ഇത് ലീനിയർ മോഷനും ആംഗുലർ മോഷനും തമ്മിലുള്ള റിലേഷനാണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് dx/dt, അതായത് വെലോസിറ്റിയാണ്. വെലോസിറ്റി v ഇസ് ഈക്വൽ ടു r×d(θ/dt) മീൻസ് ദാറ്റ് ഈസ് ഒമേഗ. അപ്പോൾ നിങ്ങൾ ഡിഫറൻഷ്യേറ്റിംഗ് ദിസ് വി ഗെറ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ a ഇസ് ഈക്വൽ ടു r∝ എന്നാണ്. ഇതതിൻ്റെ പ്രിലിമിനറിയായ കാര്യങ്ങളാണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നിങ്ങൾ അവിടെ ടോർക്ക് പ്രയോഗിച്ചാൽ മാത്രമേ വസ്തുക്കൾ കറങ്ങുകയുള്ളൂ. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു r×f ഇസ് ഈക്വൽ ടു rf sin തീറ്റ ഇസ് ഈക്വൽ ടു i∝. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അതേപോലെ ആംഗുലാർ മൊമെൻറ്റം L ഇസ് ഈക്വൽ ടു r×p ഇസ് ഈക്വൽ ടു rp sin തീറ്റ ഇസ് ഈക്വൽ ടു i⍵. ഈ കാര്യം ഓർത്തിരിക്കണം. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, അത് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം.
അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I1 ω1 = I2 ω2 എന്നാണ്. ഈ ആംഗുലർ മൊമെൻ്റം കൺസർവേഷൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു കറങ്ങുന്ന കസേരയിൽ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു. ആ കുട്ടിയുടെ കയ്യിൽ ഡംബൽസ് ഉണ്ട് എന്ന് കരുതുക. അവിടെ നിങ്ങൾ അതിനെ അങ്ങനെ കറക്കി വിടുക. ഇങ്ങനെ കറക്കി വിടുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒരു ആംഗുലർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട് I1. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ആ ഡംബൽസ് മടിയിലേക്ക് വെക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോഴുള്ള അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I2 ആദ്യത്തേതിനേക്കാൾ കുറഞ്ഞു പോയിട്ടുണ്ടാകും. കാരണം പാർട്ടിക്കിൾസ് അടുത്ത് വന്നില്ലേ. അങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞു പോയാൽ ഈ ഇക്വേഷൻ കറക്റ്റായി നിൽക്കണം എങ്കിൽ ആംഗുലർ വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ, ആംഗുലർ വെലോസിറ്റികൾ എങ്ങനെയായിരിക്കണം? സ്വാഭാവികമായിട്ടും I2 കുറഞ്ഞു പോയാൽ ω2 കൂടണം. അപ്പോൾ കൂടുതൽ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ ചോദ്യം നമ്മളവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റോ നിങ്ങൾ മെറ്റീരിയൽ നോക്കി കാണാതെ പഠിക്കുക. ഇനി റൊട്ടേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതെന്താ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = mr² എന്നായിരിക്കും ഒരു പാർട്ടിക്കിൾ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുകയാണെങ്കിൽ. ഒരു റിങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രലിൽ കൂടെ പോകുന്ന ആക്സിസ് ആണെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു റിങ്, ഈ റിങ് ഇങ്ങനെ വെച്ചേക്കുന്നതാണ് ഞാൻ വരച്ചേക്കുന്നത്, പ്ലെയിനായിട്ട് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും mr² എന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = mr² ആയിരിക്കും. ഈ സെൻട്രൽ കൂടെ പോകുന്ന ആക്സിസിനെ വെച്ചിട്ട് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിന് പാരലലായി ഇവിടെയുള്ള ഒരു ആക്സിസ് വഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. സോ I = ICM + MA². എ എന്ന് പറയുന്നത് ഈ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള അകലമാണ്. ഇതാണ് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഇതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ICM mr² ആണ്. mr² പ്ലസ് ഇവിടെ ഈ എ എന്ന് പറയുന്നത് ഈ റിങ്ങിനെ സംബന്ധിച്ച് 6 തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ mr². സോ ഇറ്റ് ഈസ് 2mr² എന്ന് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ ഈ റിങ് വെച്ചിരിക്കുന്നത് ഈ ബോർഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ റിങ് ഇരിക്കുന്നത് XY പ്ലെയിനിലാണ്. അങ്ങനെ XY പ്ലെയിനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ Z ആക്സിസ് വഴിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IZ = IX + IY എന്നാണ്. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ ഇതും ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കണം. ഇനി നിങ്ങൾക്ക് ഈ IZ ആണ് അറിയാവുന്നത് ഇങ്ങനെ. അപ്പോൾ mr² = ഇവിടെ IXും IYയും ഒരേപോലെയാണ്, സിമിലറാണ്. സോ ഇറ്റ് ഈസ് 2IX. അപ്പോൾ നിങ്ങളോട് IX കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് mr²/2. ഇപ്പോൾ ഇത് റിങ് വെച്ചിട്ടുള്ള എക്സാമ്പിളാണ്. റിങ് വെച്ച് ഡിസ്ക് വെച്ച് റോഡിന് വേണ്ടി ചിലപ്പോൾ സോളിഡ് സിലിണ്ടർ, ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങളത് നോക്കി നന്നായിട്ട് പഠിക്കണം. ഈ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഷുവർ. ഇനി നിങ്ങൾക്ക് അത് മെറ്റീരിയലിലേക്ക് നിങ്ങൾ ആപ്പിലേക്ക് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ എക്സാമ്പിൾ 7-11 ആൻഡ് എക്സാമ്പിൾ 7-12 ഈ 2 എക്സാമ്പിൾസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷനാണ്. ഗ്രാവിറ്റേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ മെറ്റീരിയൽ നോക്കി പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് ഈ ഇക്വേഷനെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. F = Gm1m2/r² എന്നാണ്. ഒരു ഉദാഹരണത്തിന് എർത്തിൻ്റെ സർഫസിൽ നിൽക്കുന്ന ഒരു മാവിലുള്ള ഒരു മാങ്ങ, ഈ മാങ്ങയിലേക്കുള്ള ഫോഴ്സാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്കിൽ ഈ ദൂരം ചെറിയ ദൂരം ആയതുകൊണ്ട് എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദൂരം ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എർത്ത് ആ മാങ്ങയിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് അല്ല മാങ്ങ എർത്തിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് G × M
സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് മാങ്ങയുടെ സെൻറ്ററിലേക്കുള്ള ദൂരമാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ദ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതി. അങ്ങനെയെങ്കിൽ ആ മാങ്ങയുടെ ഞെട്ടറ്റ് പോയാൽ അവിടെ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള മാങ്ങയുടെ ആക്സിലറേഷൻ എ എന്ന് പറയുന്നത്, എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോഴ്സിനെ മാംഗോയുടെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നായിരിക്കും. ഇത് ശരിക്കും എർത്തിൻ്റെ സർഫസിലുള്ള ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷനാണ്. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ട് നമ്മളിതിനെ സർഫസ് ഗ്രാവിറ്റി ജി എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യം എന്താണെന്നറിയോ? എർത്തിൻ്റെ സർഫസിൽ നിന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉയരത്തിലേക്ക് പോയി എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഈ പോയിന്റിൽ നിൽക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയാണ്? അപ്പോൾ നിങ്ങൾ ഈ ദൂരം കൃത്യമായിട്ടും പരിഗണിക്കണം. നമ്മൾ എച്ച് എന്ന് എടുക്കുന്നു, ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഈ മൊത്തം ദൂരം എന്ന് പറയുന്നത് ആർ പ്ലസ് എച്ച് ആയിരിക്കും. അപ്പോൾ അവിടെ ആ വസ്തുവിൻ്റെ മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ജി ഇൻറ്റു എം എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്നായിരിക്കും. അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി അവിടെയുള്ള ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദാറ്റ് ഹൈറ്റ്, അതിനെ ഈ ജിയുടെ ടേംസിലേക്ക് എഴുതാനാണ് സാധാരണ ആവശ്യപ്പെടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെന്താ നമ്മൾ ക്യാപിറ്റൽ ആറ് പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് ആർ സ്ക്വയർ ആയിട്ടാണ് പുറത്ത് വരിക. അപ്പോൾ ജി എം ബൈ ആർ എന്ന് പറയുന്നത് ജി ആയിരിക്കും, ഈ സർഫസ് ഗ്രാവിറ്റി ആയിരിക്കും. ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? ഡിവൈഡഡ് ബൈ, ഇതിന് ആറ് പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് എച്ച് ബൈ ക്യാപിറ്റൽ ആർ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഇനി ഇത് എഴുതി കഴിഞ്ഞാൽ അടുത്തത് ഇത് നിങ്ങളുടെ എക്സ്പോണൻഷ്യൽ സീരീസ് വെച്ചിട്ടുള്ള എക്സ്പാൻഷനാണ്. അപ്പോൾ അതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അങ്ങനെ എഴുതിയാൽ മതി, ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ. ഈ ഫോർമുല നിങ്ങളെ കാണാണ്ട് പഠിക്കണം. എന്നിട്ട് താഴെ അതിനുള്ള കണ്ടീഷൻ എഴുതണം, ഫോർ എച്ച് വെരി സ്മോൾ കമ്പയർഡ് ടു ആർ. ഈ ഫോർമുല പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുക. അപ്പോൾ സർഫസിലെ ഗ്രാവിറ്റിയും പഠിച്ചു, ഹയർ ആൾട്ടിറ്റ്യൂഡ് ഗ്രാവിറ്റിയും പഠിച്ചു. ഇനി ഡെപ്തിലേക്ക് പോകുമ്പോഴുള്ള ഗ്രാവിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത് എർത്ത്, അതിൻ്റെ സെൻറ്റർ, നിങ്ങളൊരു കുഴി കുഴിച്ച് കുറച്ചിങ്ങനെ ഒരു ഡി ഡെപ്തുള്ള കുഴി കുഴിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇത്രയും ഡി ആണ്. എന്നിട്ട് ഈ പോയിന്റിലെത്തി എങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഇമാജിൻ എ ഷെയ്ഡഡ് പ്ലാനറ്റ്. ഒരു സ്മോൾ പ്ലാനറ്റിൻ്റെ സർഫസിലാണ് ആ പോയിൻ്റ് നമ്മൾ സങ്കല്പിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഈ ഡി തിക്നെസ് ഉള്ള ഹോളോ പ്ലാനറ്റിൻ്റെ ഉള്ളിൽ ഗ്രാവിറ്റി ഇല്ല. നോ ഗ്രാവിറ്റി ഇൻസൈഡ് എ ഹോളോ പ്ലാനറ്റ്. അതൊന്ന് എഴുതണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടുത്തെ ഗ്രാവിറ്റി സർഫസ് ഗ്രാവിറ്റിയാണ് വേണ്ടത് നമുക്ക്. ജി അറ്റ് ഡി എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പ്ലാനറ്റിൻ്റെ സർഫസ് ഗ്രാവിറ്റി ആയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് തന്നെ എഴുതുന്നു നമ്മൾ. അപ്പോൾ ഈ സ്മോൾ പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ ഷെയ്ഡഡ് പ്ലാനറ്റിൻ്റെ എന്ന അർത്ഥത്തിൽ ആർ എസ് എന്ന് എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു, ഓരോന്നായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ജി ഇൻറ്റു ഇതിൻ്റെ മാസാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന അർത്ഥത്തിലാണ്. എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുക നോക്കണേ. 4/3 പൈ ആർ മൈനസ് ഡി ഹോൾ ക്യൂബ്. കാരണം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ മൈനസ് ഡി ആയിരിക്കുമല്ലോ. മൊത്തം റേഡിയസ് ആർ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ വോളിയം എഴുതി. ഇനി ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ് ഞാൻ. എർത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ എർത്തിൻ്റെ വോളിയം വിൽ ഗിവ് യു ദ ഡെൻസിറ്റി ഓഫ് എർത്ത്. സോ ഇറ്റ് ഈസ് 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ എർത്തിൻ്റെ ഡെൻസിറ്റി കിട്ടി. അപ്പോൾ ഈ രണ്ട് ടേമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് മാസ് ഓഫ് ദി സ്ഫിയർ കിട്ടി. ഇൻറ്റു ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ് ഇവിടെ വേണ്ടത്. സോ ഇറ്റ് ഈസ് ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ. നന്നായി നോക്കി മനസ്സിലാക്കണം നിങ്ങൾ. ദിസ് ഈസ് ഈക്വൽ ടു
ഈ ആർ മൈനസ് ഹോൾ സ്ക്വയറും ഇതും കൂടെ പോയി. അപ്പോൾ ആർ മൈനസ് ഡി എന്നുള്ള ടേം പൂർണ്ണമായിട്ടും പോയി. 4/3 പൈയും 4/3 പൈയും പോയി. ബാക്കിയുള്ളത് ജി എം ബൈ ആർ ക്യൂബിൽ ആർ മാത്രം എടുത്താൽ GM/R² എന്നെടുത്താൽ ഇറ്റ് ഈസ് ജി ഇൻറ്റു ഇവിടെ ആർ മൈനസ് ഡി ഉണ്ട്, ഇവിടെ ഒരു 6 ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 - D/R എന്നാണ്. അപ്പോൾ ഇതാണ് പിന്നെ ഉള്ളിലോട്ട് പോകുന്തോറുമുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിരിക്കും ഡെപ്ത് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ ഈ ഡിസ്റ്റൻസ് എർത്തിൻ്റെ സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിൽ 0 ഗ്രാവിറ്റി ആയിരിക്കും. റേഡിയസ് എത്തുന്ന ആ സമയത്തായിരിക്കും ഗ്രാവിറ്റി ഇങ്ങനെ കൂടി വന്ന് മാക്സിമം ആവും. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറയാനും തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്ത് ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഈസ് പ്രപ്പോർഷണൽ ടു ഡെപ്ത്. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിൽ ഗ്രാവിറ്റി ജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ സർഫസിലാണ് മാക്സിമം, ഉള്ളിലോട്ട് കുറയുന്നു, മേലോട്ട് പോകുന്തോറും കുറയുന്നു. ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇത് പഠിക്കും. നമ്മളുടെ രണ്ടാമത്തെ ബുക്കിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബുക്കിൽ നിന്ന് കുറച്ച് ടോപ്പിക്കുകളെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അപ്പോൾ അവിടെ നിങ്ങൾ സ്ട്രെസ്സ്, സ്ട്രെയിന്, ഹുക്സ് ലോ ഇതെല്ലാം പഠിക്കണം. പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് നമ്മളിങ്ങനെയാണ് വരയ്ക്കുക. ഇവിടെ എക്സ് ആക്സിസിലെ സ്ട്രെയിനും വൈ ആക്സിസിലെ സ്ട്രെസ്സും മാർക്ക് ചെയ്തിട്ടാണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പ്രപ്പോർഷണലായിട്ട് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ടൊരു ഭാഗം ഉണ്ടാവും. ഇതാണ് പ്രപ്പോർഷണൽ ലിമിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപ്പോർഷണൽ ആയിരിക്കില്ല പിന്നെ ഒരു ഭാഗം ഉണ്ടാവുക. പക്ഷേ ആ വസ്തു അല്ലെങ്കിൽ ആ വയറ് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്നു. അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചോളം നീളം കൂടി പോകും, പിന്നെ അത് പൊട്ടിപ്പോകും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇലാസ്റ്റിക് ലിമിറ്റിന് എത്തുന്ന ആ പോയിൻറ്റിനെ നമ്മൾ ഈൽഡ് പോയിൻ്റ് എന്നാണ് പറയുക. ഈൽഡ് പോയിൻ്റ് ഇവിടെ എത്തിക്കഴിയുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സ്ട്രെസ്സിനെ നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ആ പ്രപ്പോർഷണൽ ലിമിറ്റിലുള്ള ഇവിടെയുള്ള സ്ട്രെയിൻ ഒരു ഉദാഹരണത്തിന് 0.004 ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു 200 × 10⁻⁶ വലിയ സ്ട്രെസ് ഉണ്ടാവും കേട്ടോ. അത്രയും Nm/m² ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ആംഗിളിൻ്റെ ടാൻ തീറ്റ, അതായത് സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഇഫ് യു ആർ ഫൈൻഡിങ്, വാട്ട് യു ഗെറ്റ് ഈസ് ദിസ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ദിസ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് യങ്സ് മോഡുലസ്. സോ യങ്സ് മോഡുലസ് y ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് 200 × 10⁻⁶ ഡിവൈഡഡ് ബൈ 0.004, ദാറ്റ് ഈസ് 50 × 10⁹ പാസ്കൽ എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി മെറ്റീരിയൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇത്തരം ഗ്രാഫുകൾ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. വേറൊരു മെറ്റീരിയലിൻ്റെ ഗ്രാഫ് നിങ്ങൾ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്നിരിക്കട്ടെ, എന്നിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ യങ്സ് മോഡുലസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ വരച്ചിരിക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് അല്പം കൂടി, സ്ലോപ്പ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം സ്ട്രെയിന് കുറവാണ് എന്നാണ്. അപ്പോൾ ഈ പാർട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്സ് മോഡുലസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ, എല്ലാ ഇക്വേഷൻസും നിങ്ങൾ കാണാതെ പഠിക്കണം. നമ്മളുടെ മെറ്റീരിയൽസിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ mg × L ഡിവൈഡഡ് ബൈ πr² Δl എന്നാണ്. ഈ Δl ആണ് ചേഞ്ച് ഓഫ് ലെങ്ത്. അപ്പോൾ ചേഞ്ച് ഓഫ് ലെങ്ത് കൂടുതലാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു സ്റ്റീലിൻ്റെ വയറും അതേ വലിപ്പത്തിലുള്ള ഒരു ഇലാസ്റ്റിക്കും റബ്ബറും കൂടി എടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ
യങ്സ് മോഡുലസ് കൂടുതലുള്ളതാണ് കൂടുതൽ ഇലാസ്റ്റിക്, കൂടുതൽ സ്ട്രോങ്ങർ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ കുറവുള്ളത്, അതായത് സ്റ്റീലായിരിക്കും കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളത്, കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാസ്കൽസ് ലോ ആണ്. ആ പാസ്കൽസ് ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പാത്രം സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു പാത്രമുണ്ട് സങ്കല്പിക്കുക. അതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഉള്ളത്. ഈ രീതിയിലാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയേറെ ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്, വെള്ളമാണെങ്കിലും മതി, വെള്ളം നിറച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട് എന്നിരിക്കട്ടെ, അത് നിങ്ങൾക്ക് ഇങ്ങനെ താഴ്ത്താം. ഇങ്ങനെ ഇങ്ങോട്ട് നിങ്ങൾക്ക് അവിടെ ഫോഴ്സ് കൊടുക്കാം. F1 എന്ന ഫോഴ്സാണ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് സൈഡ് ഓൾ ദ തിങ്സ് വി മാർക്ക് as 1 ആൻഡ് ദിസ് സൈഡ് വി മാർക്ക് ഇറ്റ് as 2. അപ്പോൾ ഇവിടെ F1 എന്ന ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഏരിയ A1 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ P1 എന്ന് പറയുന്നത് F1/A1 ആയിരിക്കും. ആ പ്രഷർ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, ഇവിടെ മണലാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ ദ പ്രഷർ വിൽ ബി കമ്മിങ് ഓൺ ദിസ് സൈഡ് ഓൺലി. ബട്ട് ഇഫ് യു ആർ ഫില്ലിംഗ് ദിസ് സൈഡ് വിത്ത് എ ഫ്ലൂയിഡ്, വാട്ട് ഹാപ്പൻസ് ഈസ് ദ പ്രഷർ വിൽ ബി ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു ദി അതർ എൻഡ്. സോ ദാറ്റ് ഈസ് പാസ്കൽസ് ലോ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടേക്ക് ഈ പ്രഷർ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രഷർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് ഇവിടേക്കാണ് വരുന്നത്. F2 എന്ന ഫോഴ്സ് ഉണ്ടാകുന്നു. അവിടുത്തെ ഏരിയ A2 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ വിൽ ബി ഈക്വൽ ടു F2/A2. ആൻഡ് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ P2 ഈസ് ഈക്വൽ ടു P1. മീൻസ് F2/A1 is equal to F1/A1. That is F2 is equal to, this is A2, A2 divided by A1 times F1. So what happens is, ഇപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള ഏരിയ A2 എന്ന് പറയുന്നത് A1ൻ്റെ ഒരു 10 ഇരട്ടി ഉണ്ടെങ്കിൽ A2/A1 എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പം F2 എന്ന് പറയുന്നത് 10 ടൈംസ് F1 ആയിരിക്കും. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ചെറിയ ഫോഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഹൈഡ്രോളിക് മെഷീൻ. റിമെമ്പർ, ദിസ് ഈസ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. ഇത് ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ വർക്ക് മൾട്ടിപ്ലയർ, ഇറ്റ് ഈസ് നോട്ട് എ പവർ മൾട്ടിപ്ലയർ. ആ കാര്യം ആണ് ഹൈഡ്രോളിക് മെഷീനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. അടുത്തത് പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന 5 മാർക്കിൻ്റെ തന്നെ ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബെർണോളിസ് തിയറം ഷുവറായിട്ടും ചോദിക്കും പരീക്ഷയ്ക്ക്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഇവിടെ നമ്മളൊരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിക്കുക. ഇതൊരു പൈപ്പിൻ്റെ ഒരു ഭാഗമാണ്, ഇത് പൈപ്പിൻ്റെ അടുത്ത ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. പൈപ്പിലൂടെ വെള്ളം ഒഴുകി പോവുകയാണ് ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഫ്ലോറ്. അവിടുന്ന് ഈ ഹൈറ്റിൽ വെള്ളം ഒഴുകുന്നു. അപ്പം ഇവിടം മുതൽ ഇവിടം വരെയുള്ള വെള്ളം നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ആ വെള്ളത്തെ ഇവിടുന്ന് അങ്ങോട്ടും, ഇവിടെയുള്ള വെള്ളം അതിന് അങ്ങോട്ട് തള്ളുന്നുണ്ട്, ഇവിടെയുള്ള വെള്ളം സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തള്ളിയിട്ട് ഈ ഭാഗം ഇവിടം വരെ എത്തി എന്നിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വെള്ളമാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയുടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഏരിയ A1 ആണെന്നും ഇവിടെയുള്ള ഫോഴ്സ് F1 ആണെന്നും പ്രഷർ P1 ആണെന്നും വെലോസിറ്റി V1 ആണെന്നും നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ T സമയം കൊണ്ട് ഈ ഭാഗം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദൂരത്തെ നമ്മൾ V1 × T എന്ന് എടുക്കാം. ഈ ഹൈറ്റിനെ നമ്മൾ H1 എന്ന് എടുക്കുന്നു. എന്തിനാണ് വ്യത്യാസം വരുത്തിയെന്നറിയോ ഹൈറ്റിന്? ദിസ് ഹൈറ്റ് വി ആർ ടേക്കിംഗ് ആസ് H2. വൈ വി ആർ ടേക്കിംഗ് എ ഡിഫറെൻറ്റ് ഹൈറ്റ്? വൈ വി ടേക്ക് എ ഡിഫറെൻറ്റ് മൗത്ത് ഏരിയ ഫോർ ദ പൈപ്പ്? അതറിയണം. ഹൈറ്റ് വ്യത്യാസപ്പെടുത്തിയത് പൊട്ടൻഷ്യൽ എനർജിയിൽ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ്. ഏരിയ വ്യത്യാസപ്പെടുത്തിയത് വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് കൈനറ്റിക് എനർജിയിൽ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫോഴ്സ് നിങ്ങൾ നോക്കുക. ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ F1 എന്ന് പറയുന്നത് P1 × A1 ആയിരിക്കും.
അതേപോലെ ഇവിടെയും കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഏരിയ A2 ആണ്, ഫോഴ്സ് F2 ആണ്, പ്രഷർ P2 ആണ്, വെലോസിറ്റി V2 ആണ്. ഈ ദൂരം എന്ന് പറയുന്നത് V2 × T ആയിരിക്കും. ഇനി നമ്മൾ ഇവിടെയുള്ള വർക്ക് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് W1 = നിങ്ങളൊരു പടം വരച്ച് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. W1 = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് വരേണ്ടത്. സോ ഫോഴ്സ് ഈസ് F1 വിച്ച് ഈസ് P1A1 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് V1 × T. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ നമുക്ക് വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു, ഇത് ഏരിയ ഇൻറ്റു ലെങ്ത് എന്നാണ് ഈ വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് P1 × V. അവിടെ വോളിയത്തിന് നമ്മൾ V എന്നെടുത്തു, V1 എന്ന് എഴുതിയിട്ടില്ല. കാരണം ഇതേ വോളിയം ഓഫ് വാട്ടർ തന്നെയായിരിക്കും ഇത്രയും സ്ഥലത്ത് അവിടെയും ഫിൽ ചെയ്തിട്ടുണ്ടാവുക. സോ അവിടുത്തെ വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നു. വർക്ക് W2 = ഇതേപോലെ തന്നെ ഫോർമുല ആയിരിക്കും അവിടെയും വരിക. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ ഫോഴ്സ് ഇങ്ങോട്ടാണ് ഉള്ളത്. സോ അവിടുത്തെ പ്രഷർ സ്വാഭാവികമായിട്ടും P2 × V എന്നായിരിക്കും. ഓക്കെ, ഇനി എളുപ്പമാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാം. mg × H1 ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mg × H2 ആണ്. ഓക്കെ, ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 × mv1² ആണ്. ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 mv2² ആണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്താൽ മതി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എനർജി എന്നാണ് വേണ്ടത്. സോ വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എന്ന് എഴുതുക. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ രണ്ട് വർക്കും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് P1 × V - P2 × V = ഇത്രയും വർക്കായി. ഇനി ചേഞ്ച് ഓഫ് എനർജി. ചേഞ്ച് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് mg × H2 - mg × H1. ദാറ്റ് വിൽ ഗിവ് യു ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് 1/2 mv2² - 1/2 mv1² എന്ന് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ചേഞ്ച് ഓഫ് എനർജി ആയി നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ് ബാക്കിയുള്ളത്. സിംപ്ലിഫിക്കേഷൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? എല്ലാ ടേംസിനെയും V കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാ ടേംസിനെയും V കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് P1, ദിസ് ഈസ് P2. ഇവിടെ മാസ് ബൈ വോളിയമാണ്, എല്ലാത്തിലും മാസ് ബൈ വോളിയം വരും. അപ്പോൾ ഡെൻസിറ്റി എന്ന് വരും. എല്ലാം റോ എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള നെഗറ്റീവ് ടേംസിനെ അപ്പുറത്തേക്ക്, അവിടെയുള്ള നെഗറ്റീവ് ടേംസിനെ ഇപ്പുറത്തേക്കും കൊണ്ടുവന്ന് എല്ലാം പോസിറ്റീവ് ആക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കുക. ദിസ് ഈസ് P1. ഇവിടെയുള്ള ഈ ടേം ഇങ്ങോട്ട് വരും. സോ ഇറ്റ് ഈസ് ρgH1 പ്ലസ് 1/2 ρv1² = ഇത് അങ്ങോട്ട് പോകുന്നു. സോ ഇറ്റ് ഈസ് P2 പ്ലസ് ρgH2 പ്ലസ് 1/2 ρv2² എന്ന് വരുന്നു. പരീക്ഷയ്ക്ക് ഈ സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ 1 ടേംസ് ഉള്ളതെല്ലാം അതേപോലെ 2 ടേംസ് ആയിട്ട് ആവർത്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്ന് വെച്ചാൽ അതിനർത്ഥം P പ്ലസ് ρgH പ്ലസ് 1/2 ρv² ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഇത് പ്രഷറാണ്, ഇത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്, ഇത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഇതെല്ലാം കൂടെ കൂട്ടുന്നത് കോൺസ്റ്റൻ്റ് ആണ്. This means the total energy is a constant. Means Bernoulli's theorem is a law of conservation of energy. അപ്പോൾ ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ബാക്കിയെല്ലാം എഴുതുന്നതാണ് കൃത്യമായിട്ട് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് പഠിക്കുക. അടുത്തത് തെർമോഡൈനാമിക്സ് എന്നുള്ള ടോപ്പിക്കാണ്. തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സോ ഹീറ്റ് എനർജി ഗിവൺ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ increasing the internal energy and for doing external work എന്നാണ്. ഈ എക്സ്റ്റേണൽ വർക്കിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ P × ΔV എന്നോ PdV എന്നോ ഒക്കെ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അതിനകത്ത് വ്യത്യസ്ത പ്രോസസ്സുകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. വ്യത്യസ്ത പ്രോസസ്സുകളുടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സാണ്. ആ ഐസോതെർമൽ പ്രോസസ്സാണ് ഒന്നാമത്തെ കാര്യം. അതിന് വർക്ക് ഡൺ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ ആൻ
thermal process dW is equal to the small work done is equal to P into dV എന്നാണ്. ഈ ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ ഓൾ തെർമോഡൈനാമിക് പ്രോസസ്സസ്. ഇനി അതിൻ്റെ പ്രഷറിലുണ്ടാകുന്ന ചേഞ്ചസ് അതിൻ്റെ ഇക്വേഷൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ വർക്ക് W is equal to integral from V1 to V2 dW is equal to integral from V1 to V2 PdV എന്ന് എഴുതാം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് P1 V1 is equal to P2 V2 ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ്. ഇതൊന്നും ഒരു +1 കുട്ടിക്ക് അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും എഴുതിയതിന് ശേഷം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ പ്രോസസ്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയാം. സോ W is equal to 2.303 nRT log V2 by V1 ഇങ്ങനെ എഴുതുന്നു. ഈ ഫൈനൽ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഇത് നിങ്ങളൊന്ന് കാണാണ്ട് പഠിക്കേണ്ടതായിട്ട് വരും. അത്ര എഴുതിയാൽ നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്കായി. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്കാണ് ചോദിക്കുന്നത് എങ്കിൽ ഇത്രയും കാര്യങ്ങൾ സെയിം ആണ്. പിന്നെ എഴുതേണ്ട വ്യത്യാസമുള്ള കാര്യം എന്താണെന്നറിയോ? അവിടുത്തെ ഇക്വേഷൻ ഇതല്ല. അവിടെ എഴുതേണ്ട ഇക്വേഷൻ P1 V1 റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2 V2 റൈസ് ടു ഗാമ എന്നാണ് ഇക്വേഷൻ. ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് വർക്ക് W ഈസ് ഈക്വൽ ടു NR ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. അപ്പം ഇത് കോമൺ ആയിട്ട് എഴുതുക. ഇത് രണ്ടിലും രണ്ടെണ്ണം വ്യത്യാസപ്പെടുത്തിയും എഴുതുക. അതോടെ ഐസോതെർമൽ അഡിയബാറ്റിക് പ്രോസസ്സുകളുടെ വർക്ക് കാൽക്കുലേഷൻ നടന്നു. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് ഓർത്തിരിക്കണം. അടുത്തത് ഹീറ്റ് എഞ്ചിനാണ്. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ദറ്റ് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ വർക്ക് എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്കീം പരീക്ഷയ്ക്ക് ചോദിക്കും. അതാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യുന്നതെന്നറിയോ? എ ഹീറ്റ് എഞ്ചിൻ വിൽ ഹാവ് എ ഹോട്ട് റിസർവോയർ വിച്ച് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ T1. ഇനി ഈ ഹീറ്റ് എഞ്ചിൻ വിൽ ഹാവ് എ വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ചെയ്യുന്നത് ഇറ്റ് ഡ്രോസ് ഹീറ്റ് എനർജി Q1 ഫ്രം ദി ഹോട്ട് റിസർവോയർ. എന്നിട്ട് ഇറ്റ് ഡസ് വർക്ക് W and the remaining heat energy is Q2 that is given to a cold reservoir at a temperature T2. ഇതാണ് അതിൻ്റെ സ്കീം. അപ്പോൾ ഈ W എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു Q1 മൈനസ് Q2 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ സ്കീമായിട്ട് എഴുതേണ്ടത് എന്താണെന്നറിയോ? ഇൻ എ ഹീറ്റ് എൻജിൻ a working substance draws a heat energy Q1 from a hot reservoir at temperature T1, does a work W is equal to Q1 minus Q2 and gives the remaining heat energy Q2 to a cold reservoir at temperature T2. ഈ സെൻറ്റൻസ് കാണാതെ പഠിച്ചു വയ്ക്കുക. അതും എഴുതുക, ഈ പടവും വരയ്ക്കുക. ഇതുമായി ബന്ധപ്പെടുത്തി ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് അതിൻ്റെ എഫിഷ്യൻസി എന്താണ് എന്നാണ്. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1 എന്നോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1 എന്നോ. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് ഉപയോഗിക്കുന്ന പ്രോബ്ലങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? T2 ഒരു ചെറിയ ടെമ്പറേച്ചർ ആയിരിക്കും, T1 ഒരു വലിയ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ തന്നിട്ടുണ്ടാവുക, ഉദാഹരണത്തിന് ഇത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അതിനെ കെൽവിൻ സ്കെയിലേക്ക് മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന പ്രോബ്ലവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സിമ്പിളായ കാര്യമാണ് അതല്ലേ? അപ്പോൾ കാണാതെ ഓർത്തിരിക്കണം ആ കാര്യം. ഇനി കൈനറ്റിക് തിയറിയാണ്. കൈനറ്റിക് തിയറിയിൽ എന്താണ് ഈ കൈനറ്റിക് തിയറി എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി, ഗ്യാസ് മോളിക്യൂൾസ് ആർ റാൻഡംലി മൂവിങ് non-interacting particles undergoing elastic collisions with each other and also with the walls of the container. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതുപയോഗിച്ച് പ്രഷറിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനും ഒരുപക്ഷെ ചോദിച്ചേക്കാം.
അപ്പോൾ നമ്മൾ എന്താ പറയാമെന്നറിയോ, 1 മീറ്റർ സൈഡുള്ള ഒരു ക്യൂബിക്കൽ പാത്രത്തിൽ ഗ്യാസിനെ എടുത്തതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് പ്രഷർ കണ്ടുപിടിക്കുന്നതെന്നറിയോ, നന്നായി ശ്രദ്ധിക്കണേ. പ്രഷർ P = F/A എന്നാണ്. ഇവിടെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് P എന്ന് പറയുന്നത് ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ ടൈം നമ്മൾ 1 സെക്കൻഡ് എന്ന് എടുക്കുകയാണെങ്കിൽ പ്രഷർ ഈസ് ദ ടോട്ടൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ എന്നാണ്. അപ്പോൾ ആ പ്രഷറിൻ്റെ ഇക്വേഷൻ ഈ ആശയം എഴുതണം നിങ്ങൾ. എന്നിട്ട് എഴുതാം നമുക്ക് എന്താണ് പ്രഷർ P = അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഓഫ് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നറാണ് വേണ്ടത്. അപ്പോൾ ഞാനത് വേഗത്തിൽ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നിട്ട് ഓരോ ടൈം എഴുതിയാൽ മതി. അതിൻ്റെ ഒരു മോളിക്യൂൾ ഓഫ് ഗ്യാസ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇടിക്കുകയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം mv ആയിരിക്കും. അത് ഇടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം -mv ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് -2mv ആയിരിക്കും ആ മോളിക്യൂളിൻ്റെ. അപ്പോൾ വാളിൻ്റേത് +2mv ആയിരിക്കും. അപ്പോൾ ഒരു മോളിക്യൂൾ ഉണ്ടായതാണ്. അങ്ങനെ v വെലോസിറ്റി ഉള്ള ഒരു മോളിക്യൂൾ ആണെങ്കിൽ v/2 കൊളീഷൻസും ഉണ്ടാകും. ഓക്കെ, ഇനി n മോളിക്യൂൾസ് ആണ് അവിടെ ഉള്ളതെങ്കിൽ 3 സൈഡിലേക്കും XYZ 3 സൈഡിലേക്കും പോകുന്നത് കൊണ്ട് n/3 മോളിക്യൂൾസ് ആയിരിക്കും ഒരു സൈഡിലേക്ക് പോയി ഇടിക്കുക. അപ്പോൾ ഇത്രയും ചേഞ്ച് ഓഫ് മൊമെൻറ്റമാണ് ടോട്ടലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. സോ ഇറ്റ് ഈസ് 1/3. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ വരിക, 1/3 mnv² എന്നാണ് വരിക. ഈ v² എന്ന് പറയുന്നത് ഒരു ആവറേജ് വെലോസിറ്റിയാണ്, RMS വെലോസിറ്റി ആയതുകൊണ്ട് നമ്മളതിനെ v² എന്ന് എഴുതും. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ കാര്യം എഴുതിയതിന് ശേഷം പ്രഷറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കണേ. ഈ പ്രഷറിൽ ഒരെണ്ണത്തിൻ്റെ മാസാണ്, ഒരു മോളിക്യൂളിൻ്റെ മാസാണ് m. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ശരിക്കും ഇത് യൂണിറ്റ് വോളിയത്തിലാണുള്ളത്. അപ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള ടോട്ടൽ മാസാണ് ഇത്. അപ്പോൾ അത് ശരിക്കും ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം, 1/3 ρv² എന്ന് എഴുതാം പ്രഷറിൻ്റെ ഇക്വേഷൻ. ഇനി അതിനെ നിങ്ങൾക്ക് ഡെൻസിറ്റിയെ നിങ്ങൾക്ക് മാസ് ബൈ വോളിയം എന്ന് എഴുതുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ മാറ്റി എഴുതുകയാണ്, മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ PV = 1/3 mv² എന്നാണ് കിട്ടുക. അപ്പോൾ അതിനെ നമുക്ക് കൈനറ്റിക് എനർജിയാക്കി മാറ്റാൻ എളുപ്പമാണ്. ഇവിടെ 2 ഇടുക, ഇവിടെ ഒരു 1/2 ഇടുക. അപ്പോൾ ഇത് ആവറേജ് കൈനറ്റിക് എനർജിയായി. PV എന്ന് പറയുന്നത് nRT ആണ്. RT ആയിരിക്കും 1 മോളാണ് ഉള്ളതെങ്കിൽ. അപ്പോൾ കൈനറ്റിക് എനർജി ആവറേജ് ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3/2 RT ആയിരിക്കും 1 മോൾ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി. അപ്പോൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കാനും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ എന്താണെങ്കിലും ഓർത്തിരിക്കണം, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് ഈസ് 3/2 RT. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പ്രഷർ, വോളിയം ഓർ എനി അതർ പാരാമീറ്റേഴ്സ് ഓഫ് ദ കണ്ടെയ്നർ യു ആർ ടേക്കിംഗ് എക്സെട്ര. ടെമ്പറേച്ചറിനെ മാത്രം ആശ്രയിക്കുന്ന കാര്യമാണെന്നുള്ളതാണ് ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനിയുള്ളത് ഓസിലേഷൻസ് ആണ്. അതിമനോഹരമായ ടോപ്പിക്കാണിത്. നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് എടുക്കുക. ഒരു സ്പ്രിങ്ങിനെ നിങ്ങൾ ഇങ്ങനെ ഭിത്തിയിലേക്ക് വെച്ചിട്ട് അതിനെ ഒരു ഊഡൻ ബ്ലോക്കിലേക്ക് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ വെച്ചേക്കാന്നിരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ അതിനെ ഇങ്ങോട്ട് ഉദാഹരണത്തിന് ഒരു 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് വിടുക. സോ ദിസ് വുഡൻ ബ്ലോക്ക് വിൽ ബി ഓസിലേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ ദിസ് ഈസ് ആൻ എക്സ്ട്രീം പൊസിഷൻ, അനദർ എക്സ്ട്രീം പൊസിഷൻ, മീൻ പൊസിഷൻ, ഇങ്ങനെയാണ് പറയുക. ഈ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഈ ദൂരത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എന്നും, ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വരാൻ വേണ്ടി എടുക്കുന്ന സമയം ഒരു 2 സെക്കൻഡാന്നിരിക്കട്ടെ. ഈ 2 സെക്കൻഡിനെ നമ്മൾ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്നുമാണ് പറയുക. നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡും അറിയാമെങ്കിൽ ഒരു ഓസിലേഷനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടിയുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. x(t) = a cos ωt എന്നാണ്. ഈ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഒമേഗ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കണേ, ഒമേഗ = 2π/t ആണ്.
അപ്പോൾ ഈ വുഡൻ ബ്ലോക്കിൻ്റെ ഓസിലേഷന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ മീൻസ് 0.03 കോസ് ഇവിടെ 2π/2 എന്ന് വരും. സോ ഇറ്റ് ഈസ് πt. ഇതാണ് ഈ ഓസിലേഷൻ്റെ ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നു എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0.05 കോസ് 10t എന്ന് തന്നാൽ ഇത് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഇത് ഈ പൈ എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് 10 ഈസ് ഈക്വൽ ടു 2π/t ആയിരിക്കും. സോ ടി വിൽ ബി ഈക്വൽ ടു 2π/10. അത്രയും സെക്കൻഡ്സ് ആണ്. അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഈ രീതിയിലൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത്തരം ഒരു ഓസിലേഷൻ്റെ വെലോസിറ്റിയെക്കുറിച്ചും ആക്സിലറേഷനെക്കുറിച്ചും എനർജിയെക്കുറിച്ചും എല്ലാം നമുക്കറിയാം. അപ്പോൾ ആക്സിലറേഷനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയോ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -ω² x ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ ഇക്വേഷൻ അനുസരിച്ച് നടക്കുന്ന ഓസിലേഷനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM എന്നാണ് പറയുക. അപ്പോൾ പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുകയെന്നറിയോ? ഒരു മോഷൻ നിങ്ങൾക്ക് തരും, അത് SHM ആണോ എന്ന് നോക്കാനാണ് പറയുക. എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണോ എന്ന് നോക്കണം. ഇത് പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നറിയോ? സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ആ പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ഇത് ബോബ് എന്നാണ് നമ്മൾ പറയുക. ആ ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരമാണ്. അപ്പോൾ നിങ്ങൾ അതിനെ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക. സിമ്പിൾ പെൻഡുലത്തിനെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങ് റിലീസ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ വെയ്റ്റ് mg ഇങ്ങനെ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഈ mgയുടെ ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. ഇതും തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ ഇത് mg കോസ് തീറ്റ ആയിരിക്കും. ഇങ്ങോട്ടുള്ള കമ്പോണൻ്റ് ശ്രദ്ധിക്കണം നിങ്ങളത്, അത് mg സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ mg സൈൻ തീറ്റയാണ് ഈ ഓസിലേഷന് കാരണമാകുന്ന ഫോഴ്സ്. സോ ഐ റൈറ്റ് ഇറ്റ് ആസ് F ഈസ് ഈക്വൽ ടു mg സൈൻ തീറ്റ. അതിന് ഞാനൊരു നെഗറ്റീവ് ചിഹ്നം ചേർക്കും. കാരണം അത് ഒറിജിനൽ സ്ഥലത്തേക്ക് റീസ്റ്റോർ ചെയ്യുന്ന എല്ലാ ഫോഴ്സുകൾക്കും നെഗറ്റീവ് ചിഹ്നം ഇടുന്ന ഫിസിക്സിലെ രീതിയാണ്. ഇനി ഞാൻ ആക്സിലറേഷൻ കണ്ടുപിടിക്കുകയാണ്. അതാ ശ്രദ്ധിക്കേണ്ടത്. ആക്സിലറേഷൻ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് g സൈൻ തീറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു g തീറ്റ ഫോർ സ്മോളർ ആംഗിൾസ് ഓഫ് തീറ്റ. ആ തീറ്റയെ നമ്മളിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇതാണ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഇങ്ങോട്ടെടുത്ത ദൂരം എക്സും ഈ ലെങ്ത് എല്ലുമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു x/l എന്നാണ്. സോ g ഇൻറ്റു ഈ മൈനസ് ചിഹ്നം തുടർന്നു വിടണേ. g ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് x/l ആണ്. അപ്പോൾ ഈ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ പോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? അവിടെയുള്ള ആക്സിലറേഷൻ ഇക്വേഷൻ ഇവിടെ എഴുതുകയാണെങ്കിൽ a ഈസ് ഈക്വൽ ടു -g/l ഇൻറ്റു എക്സ് എന്ന് എഴുതി. എന്ന് വെച്ചാൽ ω² സ്ഥാനത്ത് g/l ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു ω² ഈസ് ഈക്വൽ ടു g/l എന്ന് വെച്ചാൽ ω ഈസ് ഈക്വൽ ടു √g/l. ഇത് എന്ന് പറയുന്നത് 2π/t ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടിയുടെ ഇക്വേഷൻ അതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √l/g എന്ന്. ഈ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പടം വരയ്ക്കണം. ഈ പടം വരയ്ക്കണം, ഈ ഇക്വേഷൻ എഴുതണം, ഈ ഇക്വേഷൻ എഴുതണം, നേരെ കമ്പയറിങ് വിത്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനും എഴുതിയാൽ മതി. ഇനി വേവ്സ് എന്നുള്ള ചാപ്റ്റർ ഒറ്റ കാര്യം അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. നോക്കുക, നിങ്ങൾ ഒരു കയറിനെ ഇവിടെ ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ കെട്ടിയിട്ട് കയ്യിൽ പിടിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുക. അപ്പോൾ നിങ്ങളെ ഓസിലേറ്റ് ചെയ്യിക്കുന്ന ആംപ്ലിറ്റ്യൂഡ് A ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. അതിനെടുക്കുന്ന ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഓസിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേവ് ഇങ്ങനെ ആയിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് ആണ് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് ഒരു 12 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ വേവിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. വേവിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. വേവ് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. y of xt is equal to
എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നാണ്. എ എന്ന് പറയുന്നത് ഈ ആംപ്ലിറ്റ്യൂഡാണ്. കെ എന്ന് പറയുന്നത് 2π ലാംഡയാണ്. ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേവിൻ്റെ ഇക്വേഷൻ എഴുതാം. അത് നിങ്ങൾ ചെയ്യുക. അതൊരു ഹോംവർക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പരീക്ഷയ്ക്ക് നേരെ തിരിച്ചിട്ടാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മളത് ചെയ്യുകയാണ്. അതായത് ഒരു വേവിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. y(x(t) = 0.25 sin 10x - 20t എന്ന് ഉണ്ടെന്നിരിക്കട്ടെ. ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, ടൈം പീരീഡ് എത്രയാണ്, വേവ് ലെങ്ത് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ്, വെലോസിറ്റി എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ആംപ്ലിറ്റ്യൂഡ് നമുക്കവിടെ നോക്കിയാൽ നേരെ എഴുതാം, 0.25 മീറ്ററാണ്. ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2π/t എന്ന് പറയുന്നത് ഒമേഗയാണ്. ആ ഒമേഗ അതായത് ടൈമിൻ്റെ കൂടെയുള്ള ഒമേഗ ഇവിടെ 20 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ടൈം പീരീഡ് t = 2π/20 എന്ന് എഴുതാം. അത്രയും സെക്കൻഡ്സാണ്. ഇനി വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 2π/λ = 10 ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 2π/10 കിട്ടും. ലാംഡ = 2π/10 so many meters എന്ന് കിട്ടും. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. സോ ഇറ്റ് ഈസ് 20/2π ആയിരിക്കും. ഇനി വെലോസിറ്റി v എന്ന് പറയുന്നത് എഫ് ലാംഡ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ എഫ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, ലാംഡയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ എഫ് എന്ന് പറയുന്നത് 20/2π ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് 2π/10 ആണ്. സോ ഇറ്റ് ഈസ് 2 meters എന്ന് കിട്ടും. ഇങ്ങനെ ആ വേവ് ഇക്വേഷനിൽ നിന്ന് വേവിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് ചോദിക്കുക. അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളുടെ +1 ഫിസിക്സിലുള്ള ഫോക്കസ് ഏരിയസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും A+ഉം ഫുൾ മാർക്കും കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി അത് കുറച്ചുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ, ഈ +1 ഫിസിക്സിലുള്ള വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ കൂടെ പഠിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ആ വീഡിയോയിൽ കാണാം നമുക്കിനി. താങ്ക് യു.